എന്റെ കയ്യിൽ വസ്ത്രങ്ങളോ പണമോ ഇല്ല. പാകിസ്ഥാനിൽ കുടുങ്ങിയ ഇന്ത്യൻ പെൺകുട്ടിയുടെ ദീനരോധനമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. എന്താണ് ഈ സംഭവം? പാകിസ്ഥാനിലേക്ക് പോയ ഇന്ത്യൻ സിഖ് സ്ത്രീ സർബ്ജീത് കൗറിന്റെ കഥ അടുത്തിടെ വീണ്ടും ഉയർന്നു വരികയാണ്. സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വൈകാരിക ഓഡിയോ ക്ലിപ്പ് കാരണമാണിത്. പഞ്ചാബിലെ കപൂർത്തല ജില്ലയിലെ അമൻപുരി ഗ്രാമത്തിലെ താമസക്കാരിയായ സർബ്ജീത് കൗർ കഴിഞ്ഞ വർഷം ഗുരു നാനാക്ക് ദേവ്ജിയുടെ പ്രകാശ് പർവത്തോടനുബന്ധിച്ച് ഒരു കൂട്ടം ഭക്തരോടൊപ്പം പാകിസ്ഥാനിലേക്ക് പോയിരുന്നു. പക്ഷേ അവർ അവിടെ നിന്ന് തിരിച്ചെത്തിയില്ല. പാകിസ്ഥാനിൽ താമസിച്ച ശേഷം അവർ നാസർ ഹുസൈൻ എന്ന യുവാവിനെ വിവാഹം കഴിച്ചു. എന്നാൽ ഇപ്പോൾ അവരുടെ അവസ്ഥ വളരെ ദയനീയമാണ് എന്നാണ് വെളിച്ചത്ത് വന്നിരിക്കുന്നത്. മുൻ ഭർത്താവിനോട് ഇന്ത്യയിലേക്ക് തിരിച്ചു വരണം എന്ന് അപേക്ഷിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. ആ ഓഡിയോ ക്ലിപ്പിൽ സർബ്ജീത് കൗർ തന്റെ മുൻ ഭർത്താവിനോട് ഇന്ത്യയിലേക്ക് മടങ്ങാൻ എന്നെ അനുവദിക്കണം എന്ന് പറഞ്ഞ് കരയുന്നതും അപേക്ഷിക്കുന്നതും കേൾക്കാം. പാകിസ്ഥാനിൽ താൻ തുടർച്ചയായി ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെന്നും പീഡിപ്പിക്കപ്പെടുന്നുണ്ടെന്നും ധരിക്കാൻ വസ്ത്രമോ ഷൂസോ പോലും ഇല്ലെന്നും തണുപ്പത്ത് താൻ തണുത്തുറഞ്ഞ് അവിടെ കഷ്ടപ്പെടുകയാണ് എന്നുമാണ് ഈ യുവതി പറയുന്നത്. അവർ വികാരാധീനയായി പറയുന്നത്, എന്റെ കുട്ടികൾക്കും ഭർത്താവിനും വേണ്ടി ഞാൻ ഒരു ആഡംബര വീട് പണിതു, പക്ഷെ ഇന്ന് എനിക്കൊന്നും ബാക്കിയില്ല. എന്നെ ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുപോകൂ, എന്നെ അടിക്കരുത്, കാരണം ഞാൻ പൂർണ്ണമായും ഉള്ളിൽ തകർന്നിരിക്കുന്നു. തന്നെ ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുപോയില്ലെങ്കിൽ തന്റെ ജീവൻ അപകടത്തിലാകും എന്നാണ് അവർ പറയുന്നത്. അവർ ഭയപ്പെടുന്നത്. പാകിസ്ഥാനിലെത്തിയതിന്റെ പിറ്റേന്ന് തന്നെ സർബ്ജീത് കൗർ നാസിർ ഹുസൈൻ എന്ന മുസ്ലിം യുവാവിനെ വിവാഹം കഴിച്ചു. അവരുടെ പേര് നൂർ എന്ന് മാറ്റുകയും ചെയ്തു. എന്നിരുന്നാലും ഈ വിവാഹത്തിന് ശേഷം പാകിസ്ഥാൻ പോലീസ് അവരെ കസ്റ്റഡിയിലെടുത്ത് ലാഹോറിലെ ഒരു സർക്കാർ ഷെൽട്ടർ ഹോമിലേക്ക് അയക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.